ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നമ്മുടെ പ്രിയപ്പെട്ട നെല്ലിശ്ശേരി അച്ഛൻ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നെല്ലിശ്ശേരി അച്ഛൻ നമ്മോട് വിട പറഞ്ഞു. താൻ ആരെ സ്നേഹിച്ചുവോ, ആർക്കു വേണ്ടി ജീവിതം സമർപ്പിച്ചുവോ, ആ കർത്താവിനെ കാണാൻ, നേരിട്ട് കാണാൻ നെല്ലിശ്ശേരി അച്ഛൻ പോയി. നെല്ലിശ്ശേരി അച്ഛന് അഭിനന്ദനങ്ങൾ. അഭിനന്ദനങ്ങളാണോ പറയേണ്ടത് എന്ന് നിങ്ങളിൽ ചിന്തിക്കും. ഞാൻ അഭിനന്ദനമാണ് പറയുക. അദ്ദേഹം, നെല്ലിശ്ശേരി അച്ഛൻ, പൗലോസ്ലീഹയുടെ വാക്കുകൾ, 2 പ്രാവശ്യം പൗലോസ്ലീഹ എഴുതിയിരിക്കുന്ന വാക്കുകൾ അക്ഷരം പ്രതി ജീവിച്ച ആളാണ്. മരിച്ച് കർത്താവിന്റെ കൂടെ ആയിരിക്കാനാണ് എൻ്റെ ഇഷ്ടം. ശരീരത്തിൽ തുടരാനാണ് കർത്താവ് അനുവദിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, സഭയ്ക്ക് വേണ്ടിയാണ്. മരിച്ച് കർത്താവിനോടൊപ്പം ആയിരിക്കാനാണ് എൻ്റെ ഇഷ്ടം. അത് നെല്ലിശ്ശേരി അച്ഛൻ തുടക്കം മുതലേ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ആ വചന മനസ്സിൽ ജീവിച്ചിരുന്ന ആളാണ്. അതേസമയം ലാസർ ഉയർപ്പിക്കാൻ പോകുന്ന കർത്താവ് ഉയർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് കരയുന്നുണ്ട്. ഉയർപ്പുണ്ടാകും എന്നത് മരണത്തിന്റെ വേദനയെ തെല്ലും ഇല്ലാതാക്കുന്നില്ല. കർത്താവ് കരഞ്ഞുപോയി. ഇതുപോലെ അച്ഛന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന അനേകരുണ്ട്. വലിയ നഷ്ടമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അച്ഛന്റെ വേർപാട്. അങ്ങനെ ദുഃഖിക്കുന്ന എല്ലാവരോടും ചേർന്ന് ഞാൻ അനുശോചനം അറിയിക്കുകയാണ്. നമ്മൾ കത്തോലിക്കര് ആത്മാവിന്റെ ഉയർപ്പിലല്ല, ആളുടെ ഉയർപ്പിലാണ് വിശ്വസിക്കുന്നത്. അച്ഛന്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ആത്മാവ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്രീക്കുകാരോ ഹിന്ദുക്കളോ പറയുന്നത് പോലെയല്ല. ആത്മാവ് എന്ന് പറഞ്ഞാൽ ആള് എന്നാണ്. ശരീരത്തിന് ഉയർപ്പിൽ വിശ്വസിക്കുന്നുവെന്നാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നത്. ശരീരം എന്ന് പറഞ്ഞാലും ആള് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസം എന്നല്ല. അപ്പോൾ മരിച്ചവരുടെ ഉയർപ്പില്, അതായത് ആളുടെ ഉയർപ്പില്, വെറും ആത്മാവിന്റെ ഉയർപ്പിലോ വെറും ശരീരത്തിന്റെ ഉയർപ്പിലോ അല്ല. ആത്മശാന്തി എന്ന് പറയുമ്പോഴും ശരീരത്തിന്റെ ഉയർപ്പെന്ന് പറയുമ്പോഴും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്, കത്തോലിക്കർ വിശ്വസിക്കുന്നത് ആളുടെ ഉയർപ്പിലാണ്. അതിനാൽ തന്നെ കത്തോലിക്ക വിശ്വാസം ഉള്ള ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭയില് മരണമില്ല, സ്ഥലം മാറ്റമേ ഉള്ളൂ. നെല്ലിശ്ശേരി അച്ഛന് സ്ഥലം മാറ്റം. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് അദ്ദേഹം സ്ഥലം മാറിപ്പോയി. ഞാനിപ്പോ ഒരു യാത്രയിലാണ്. ഇന്നലെ സ്പെയിനിലെ സാന്തിയാഗോ, വിശുദ്ധ യാക്കോബിന്റെ കബറിടം ഉണ്ടെന്ന് വിചാരിക്കുന്ന, അതിന് മുകളിൽ ഒരു പള്ളിയുണ്ട്, ബസിലിക്കയുണ്ട്, കത്തീഡ്രൽ ബസിലിക്ക. അവിടെയായിരുന്നു. ഇപ്പൊ ഞാൻ പോർച്ചുഗലിലാണ്. ഫാത്തിമയിലേക്ക് പോകുന്ന വഴിയിലാണ്. എന്റെ കൂടെ 10-35 പേരുണ്ട്. അവരോട് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രോഗ്രാം, ഒരു 1.5 മണിക്കൂർ പ്രോഗ്രാം മാറ്റി വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാണ്. കാരണം അത്രമാത്രം നെല്ലിശ്ശേരി അച്ഛനോട് എനിക്ക് സ്നേഹമുണ്ട്. സഭയുടെ കൂടെ നിൽക്കുന്നതിന്റെ പേരിലുള്ള സ്നേഹം. വ്യക്തിപരമായിട്ട് ഞാൻ 2 പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ, ഈ കഴിഞ്ഞ നവംബറിൽ ഞാൻ നാട്ടിൽ വന്നപ്പോൾ. പക്ഷേ സഭയുടെ കൂടെ നിൽക്കുന്നു, ആ നിലപാട്, ആ കാരണം കൊണ്ട് നെല്ലിശ്ശേരി അച്ഛനോട് എനിക്ക് അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവും സ്നേഹവുമുണ്ട്. നിലപാട് എന്ന് പറയുമ്പോൾ ഈ നിലപാടുകളുടെ രാജാവ് എന്ന് ചിലരെ കുറിച്ചൊക്കെ പറയാൻ കേൾക്കാം. നിലപാടുകളുടെ രാജാവ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പലരെങ്കിലും പലരെക്കുറിച്ചും ഓരോ സ്ഥലത്തും ഓരോ നിലപാടാണ്, ഓരോ സമയത്തും ഓരോ നിലപാടാണ്. സ്വന്തം തോന്നിയാസത്തിനൊപ്പം നിൽക്കുന്ന നിലപാട്, അല്ലാതെ സഭയോടൊപ്പം നിൽക്കുന്ന നിലപാടല്ല. അപ്പൊ നിലപാടുകളുടെ രാജാവ് എന്നൊക്കെ പറയുമ്പോൾ വേറെ ചിലരെ കുറിച്ച് പറയുന്നത് പോലെയല്ല നെല്ലിശ്ശേരി അച്ഛനെ കുറിച്ച്. നെല്ലിശ്ശേരി അച്ഛനെ കുറിച്ച് പറഞ്ഞാൽ കർത്താവ്, കർത്താവിന്റെ സഭ, ആ സഭയുടെ നിലപാടാണ് അദ്ദേഹത്തിന്റെ നിലപാട്. തോന്നിയാസം കാണിച്ചിട്ട് നിലപാടുകളുടെ രാജാവ്, എന്റെ തോന്നിയാസമാണ് എന്റെ നിലപാട് എന്ന് പറഞ്ഞു നടക്കുന്ന ചില അച്ഛന്മാരുണ്ട്. അവർക്ക് ചില സ്ഥാനമാനങ്ങളും കിട്ടിയിട്ടുണ്ട് ഈ അടുത്തൊക്കെ. അവരൊക്കെ നിലപാടുകളുടെ രാജാവ് എന്ന് വിളിക്കുമ്പോൾ എനിക്ക് അറപ്പ് തോന്നിയിട്ടുണ്ട്, നിലപാടെന്ന വാക്കിനോടും രാജാവ് എന്ന വാക്കിനോടും. കാരണം ഓരോ സമയത്തും ഓരോ നിലപാട്, ഓരോ സ്ഥലത്തും ഓരോ നിലപാട്. കന്യാസ്ത്രീമഠത്തിൽ ചെല്ലുമ്പോൾ ഒരു നിലപാട്, ഇടവക ചെല്ലുമ്പോൾ വേറെ നിലപാട്, അരമന ചെല്ലുമ്പോൾ വേറെ നിലപാട്, പിന്നെ ചില സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ മറ്റൊരു നിലപാട്. അങ്ങനെ ഒരു നിലപാടുകളുടെ രാജാവല്ല, നിലപാടുകളുടെ മനുഷ്യനല്ല നെല്ലിശ്ശേരി അച്ഛൻ. നെല്ലിശ്ശേരി അച്ഛന്റെ നിലപാടെന്ന് പറയുന്നത് കർത്താവ്, കർത്താവിന്റെ ശിഷ്യനായ തോമാസ് ലീഗ സ്ഥാപിച്ച സഭ, പൗരിച്ച സുറിയാനി സഭ, ആ സഭയുടെ നിലപാടാണ് നെല്ലിശ്ശേരി അച്ഛന്റെ നിലപാട്. അങ്ങനെയുള്ള ആ നിലപാടുകൾ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് ഇത്ര വലിയ നഷ്ടമായി തോന്നുന്നത്. പ്രത്യേകിച്ചും നമ്മൾ നിരീക്ഷിക്കാത്ത സമയത്ത് അദ്ദേഹം മരിച്ചു പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നെല്ലിശ്ശേരി അച്ഛനെ വിളിച്ചിരുന്നു. ജൂലൈ 3 നമ്മുടെ മണ്ണൂരം പറമ്പലച്ചന്റെ പുസ്തകത്തിന്റെ റിലീസിംഗ് ഉണ്ട്. അതായത് ഈ നമ്മൾ ഉപയോഗിക്കുന്ന 3 തക്സയും
തയ്യാറാക്കിയത് തലശ്ശേരി രൂപത്തിലെ മണ്ണൂരം പറമ്പിലച്ചനാണ്. അദ്ദായിമാർ സ്ലീഹന്മാരുടെ തക്സയും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കുർബാന തക്സ, നെസ്റ്റോറിസിന്റെ കുർബാനയും തീതോറിന്റെ കുർബാനയും തയ്യാറാക്കിയത് മണ്ണൂരം പറമ്പിലച്ചനാണ്. അച്ഛൻ തന്നെ കുർബാനയുടെ അതിന്റെ ചരിത്രം, അതിന്റെ ഉറവിടങ്ങള്, അതിന്റെ ഓരോ പ്രാർത്ഥനകള്, അതിന്റെ ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള് എല്ലാം വിശദമായിട്ട് ചരിത്രമായിട്ടും മറ്റ് സഭകൾ കുർബാനയുമായിട്ട് എല്ലാം താരതമ്യം ചെയ്ത് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ റിലീസിംഗ് ആണ് ഈ ജൂലൈ 3-ാം തീയതി. അതിലൊരു പുസ്തകം, 1ാമത്തെ വോള്യം പരിചയപ്പെടുത്താനായിട്ട് നെല്ലിശ്ശേരിച്ചനാണ് തയ്യാറായിരുന്നത്. അച്ഛന്റെ പേരൊക്കെ ഞാൻ നോട്ടീസിനകത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനെ വിളിച്ചിരുന്നു. ഞാൻ മറ്റച്ഛന്മാരും അതിലൊക്കെ കുറച്ച് അച്ഛന്മാരൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ അച്ഛൻ അതെല്ലാം പുസ്തകം, അതിന്റെ മാറ്റർ, PDF മാറ്റർ എനിക്ക് അയച്ചു തരണം, ഞാനത് പ്രസന്റ് ചെയ്യാമെന്നൊക്കെ നെല്ലിശ്ശേരിച്ചൻ സമ്മതിച്ചതാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനെ വിളിച്ചിരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ നവംബറിൽ നാട്ടിൽ വന്നപ്പോൾ 2 പ്രാവശ്യം അച്ഛനെ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞ വ്യക്തിപരമായ ബന്ധം എനിക്ക് ഈ സഭയുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ട്, സീറോ മലബാർ സഭയുടെ നിലപാടുമായി ബന്ധപ്പെട്ടാണ് അച്ഛനുമായിട്ട് ഞാൻ ഉള്ള ബന്ധമുള്ളത്. അങ്ങനെയാണല്ലോ, അതാണ് പൗരോഹിത്യ കൂട്ടായ്മ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ അച്ഛൻ മരിച്ചു, നാളെ അച്ഛന്റെ ഫ്യൂണറലാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സഭയുടെ കുർബാന, ഏകീകൃത കുർബാന എന്ന് വിളിക്കുന്ന സഭയുടെ കുർബാന, ആ കുർബാന ചൊല്ലണം എന്ന് മെത്രാന്മാരെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ എഴുതി അറിയിച്ചിട്ടുണ്ട്. നെല്ലിശ്ശേരിച്ചന്റെ കാര്യത്തിൽ അങ്ങനെ സഭയുടെ കുർബാന ചൊല്ലി അദ്ദേഹത്തിന് അന്ത്യകർമ്മങ്ങൾ നടത്താൻ സഭാ നേതൃത്വം തയ്യാറാകുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ദൂരെ ഇരുന്നുകൊണ്ട് പറയാണ്, അങ്ങനെ തയ്യാറാകുന്നെങ്കിൽ ഞാൻ ഈ പറയുന്നതിനൊന്നും അർത്ഥമില്ല. തയ്യാറാകുന്നില്ലെങ്കിൽ, അതായത് ഈ നെല്ലിശ്ശേരിച്ചന്റെ അന്ത്യകർമ്മങ്ങൾ ഏകീകൃത കുർബാനയോടുകൂടി നടത്തുന്നില്ലെങ്കിൽ ഈ സഭാ നേതൃത്വം രാജിവെച്ച് പോകുകയാണ് ഏറ്റവും നല്ലത്. എന്തിനാണ് തെമ്മാടികളുടെ ഇഷ്ടത്തിന് വഴങ്ങി ഇതുപോലെ വിശുദ്ധനായ ഒരു അച്ഛന്റെ അന്ത്യകർമ്മങ്ങള് കുർബാനയില്ലാതെ, അല്ലെങ്കിൽ ജനാഭിമുഖ കുർബാന ചൊല്ലി, സഭയുടെ കുർബാനയല്ലാത്ത ഇല്ലിസിറ്റും ഇൻവാലിഡുമായ ഒരു കുർബാന ചൊല്ലി എന്തിനാണ് അച്ഛനെ അവമാനിക്കണേ? ഇത്ര ശക്തമായ നിലപാടെടുത്തൊരു അച്ഛൻ അർഹിക്കുന്ന ഏകീകൃത കുർബാനയോട് കൂടിയല്ലേ അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തേണ്ടത്? അന്ത്യകർമ്മങ്ങൾ അത് ഏകീകൃത കുർബാനയോട് കൂടിയാണ് അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ വിലക്കെടുക്കരുത്. അത് മറന്നേക്ക്, ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടില്ല. അതല്ല, അച്ഛന് ഈ അന്ത്യകർമ്മങ്ങൾ ഏകീകൃത കുർബാനയോട് കൂടി അല്ല നടത്തപ്പെടുന്നതെങ്കിൽ എന്തിനാണ് നമുക്ക് ഇങ്ങനെ സഭാ നേതൃത്വം? എന്തിനാണ് പറയൂ? എന്തിനാണ് അവരിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ സന്ദർഭങ്ങളിൽ ഏകീകൃത കുർബാന വേണമെന്ന്? പട്ടാളത്തെ വിളിച്ചാണെങ്കിലും പോലീസിനെ വിളിച്ചാണെങ്കിലും ആ കുർബാന ചൊല്ലണ്ടേ? അതല്ലേ നേതൃത്വം എന്ന് പറയുന്നത്? ഈ ഇപ്പോഴത്തെ സഭാ നേതൃത്വം നിലപാടും ഒരു നിലപാടാണ്. വളഞ്ഞ് ഒടിഞ്ഞ് കൊടുക്കുന്ന തെമ്മാടികളുടെ മുമ്പിൽ പേടിച്ചോടുന്ന നിലപാടില്ലാത്തവരുടെ, നട്ടലില്ലാത്തവരുടെ നിലപാട്. ആ നിലപാട് കൊള്ളില്ല. ദൈവത്തിന് മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും സഭയുടെ മുമ്പിലും കൊള്ളില്ലെന്ന് മാത്രമല്ല, പാപകരമാണത്. ഏത് മെത്രാപോലിത്ത ചെയ്താലും അത് പാപമാണ്. അവരെഴുതിയ സംഗതികൾ നടപ്പാക്കാൻ പറ്റാതെ പേടിച്ചോടുന്നത് ആത്മധൈര്യം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ഒരു വരദാനമാണ്. ആ വരദാനമില്ലാത്തവർ ആ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ പാടില്ല. നെല്ലിശ്ശേരിച്ചൻ ഇതുപോലെ വളഞ്ഞ് ഓടിഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യനല്ല. തെമ്മാടികൾ മുമ്പിൽ ഓടിപ്പോകുന്ന മനുഷ്യനല്ല. ആ മനുഷ്യൻ അർഹിക്കുന്ന ആദരവോട് കൂടിയ, ബഹുമാനത്തോടു കൂടിയ ഒരു ഫ്യൂണറൽ കിട്ടണമെങ്കിൽ ഏകീകൃത കുർബാന ചൊല്ലി തന്നെ കൊടുക്കേണ്ടതാണ്. സഭാ നേതൃത്വം അതിന് പട്ടാളത്തെ വിളിക്കണം അത്ര തന്നെ. തെമ്മാടികൾ മുമ്പിൽ വളഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു സർക്കാരിന് ഭരിക്കാനൊന്നും പറ്റില്ലല്ലോ. തീവ്രവാദികളെ പേടിച്ചിട്ടും മാവോയിസ്റ്റുകളെ പേടിച്ചിട്ടും. അപ്പോൾ നിങ്ങൾ പറയും സഭയ്ക്ക് പോലീസില്ല, പട്ടാളമില്ല. ആവശ്യം വന്നതൊക്കെ വേണ്ടി വരില്ലേ? ഒരു കാലത്ത് സഭയ്ക്ക് നൈറ്റ് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കുരിശുദ്ധങ്ങൾക്ക് പോകാൻ. നമുക്ക് ചിലപ്പോൾ അത് വേണ്ടി വരും. മരണത്തോടെ എല്ലാ പകയും പ്രതികാരവും അവസാനിക്കുമെന്നാണ് സാധാരണ പറയുക. പക്ഷെ വിമത വൈദികരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നെല്ലിശ്ശേരിച്ച മരിച്ചു കിടക്കുകയാണ്. അച്ഛന്റെ ആഗ്രഹപ്രകാരം ഏകീകൃത കുർബാന നടത്തി കൊടുക്കാൻ അവിടുത്തെ വികാരിച്ചനും വിമത വൈദികരും സമ്മതിക്കേണ്ടതല്ലേ? ഇങ്ങനെ ഈ പ്രതികാരം ചെയ്ത് ഇല്ലിസിറ്റ് കുർബാനയ്ക്കും ഇൻവാലിഡ് കുർബാനയ്ക്കും വേണ്ടി നിലപാടെടുക്കുന്ന വിമത വൈദികര്, നിങ്ങൾ നെല്ലിശ്ശേരിച്ചൻ സ്വർഗത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വല്ല സ്ഥലം ഉണ്ടെങ്കിൽ അവിടേക്കാണ് നിങ്ങൾ പോകുക. ഞാൻ അത് വെറുതെ പറയുന്നതല്ല. അത് മരിച്ചിട്ടല്ല അപ്പൊ ഞങ്ങൾ തീരുമാനിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. ദൈവഭയമില്ലാത്ത നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് സ്വർഗത്തിന് വിപരീതമായ സ്ഥലം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തു, അധികാരമേറ്റു. അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു മുന്നേറ്റക്കാരൻ കുറയ്ക്കുന്നുണ്ടായിരുന്നു. സതീശനെ പോലെ നിലപാടുള്ള ഒരു നേതൃത്വം സീറോ മലബാർ സഭയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ മുന്നേറ്റക്കാരൻ കുറയ്ക്കാനുണ്ടാകുമായിരുന്നില്ല, കത്തോലിക്ക സഭയിൽ ഉണ്ടാകുമായിരുന്നില്ല, സീറോ മലബാർ സഭയിൽ ഉണ്ടാകുമായിരുന്നില്ല. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കർത്താവ് നമ്മൾ ശിക്ഷിക്കുകയാണ്. സതീശനെ പോലെ നിലപാടുള്ള ഒരു നേതൃത്വം സീറോ മലബാർ സഭയ്ക്ക് ഇല്ലാതെ പോയി. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ക്ലാസ്മേറ്റ് കുറയ്ക്കാൻ പോലും പറ്റുമായിരുന്നില്ല. കുറയ്ക്കാൻ പോയിട്ട് അദ്ദേഹം കത്തോലിക്ക സഭയിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെയാണ് നെല്ലിശ്ശേരിച്ചന്റെ നിലപാടുകൾക്ക് പ്രസക്തിയേറുന്നത്. മരണം വരെയും അവസാന ശ്വാസം വരെയും സഭയോടൊപ്പം, സഭയ്ക്ക് വേണ്ടി, സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി. അങ്ങനെയുള്ളവരെയാണ് രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. ജീവിക്കുന്ന രക്തസാക്ഷിയാണ് നെല്ലിശ്ശേരിച്ചൻ. എല്ലാ സത്യവിശ്വാസികളും സഭയുടെ കൂടെയുള്ള, സീറോ മലബാർ സഭയുടെ കൂടെയുള്ള, കത്തോലിക്ക സഭയുടെ കൂടെയുള്ള മനുഷ്യരായിട്ടുള്ള മനുഷ്യരുണ്ടെങ്കിൽ നിലപാടുകൾ, അതായത് സഭയുടെ നിലപാടുകളോട്, കർത്താവിന്റെ നിലപാടുകളോട് യോജിപ്പുള്ളവരുണ്ടെങ്കിൽ എല്ലാവരും നെല്ലിശ്ശേരിച്ചന്റെ അന്ത്യകർമ്മത്തിൽ പങ്കെടുത്ത് തങ്ങൾ കർത്താവിന്റെ കൂടെയാണെന്നും, കർത്താവിന്റെ കൂടെ നെല്ലിശ്ശേരിച്ചന്റെ കൂടെയാണെന്നും തെളിയിക്കേണ്ട സന്ദർഭമാണിത്. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി നെല്ലിശ്ശേരിച്ചന് അഭിനന്ദനങ്ങളും അദ്ദേഹത്തിന് വേർപാട് ദുഃഖിക്കുന്ന എല്ലാവർക്കും അനുശോചനങ്ങളും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.